ഹായ് കൂട്ടുകാരെ, നമുക്കൊരു സാധനം ഉണ്ടാക്കിയല്ലേ, ഏത്തപ്പഴം കൊണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തുണ്ട്. നമ്മുടെ മോഹൻലാൽ സാർ ഉണ്ടാക്കിയ പോലെ ഒന്നും ഉണ്ടാക്കാം, അത്രേ ഒന്നും വരില്ല, എന്നാലും നമുക്കതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ നമുക്ക് ചീഞ്ചട്ടി വെച്ച് തീ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന് നെയ്യാട്ടോ വേണ്ടേ. നെയ്ക്കകത്താണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. നെയ്യൊഴിച്ച് ഇനി നമുക്ക് ഇതൊന്ന് ചൂടായിക്കോട്ടെ. പഴം ഇടാം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിടാം, ഓരോന്നായിട്ട് എടുക്കാം. ഞാനും എല്ലാം കൂടെ ഒന്നിച്ചിടുക കേട്ടോ. എല്ലാം ഒന്ന് പയ്യന് ചൂടായി ഒന്ന് വാടട്ടെ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കഴിയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് വെല്ലം കേട്ടോ. വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടങ്ങ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നല്ല സെറ്റാവണം കേട്ടോ. നല്ല സൂപ്പറാണ്, എല്ലാവരും കഴിക്കണം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് മോഹൻലാൽ സാറ് ഉണ്ടാക്കി കാണിച്ചതാണ്. അപ്പം ഞാനും ഒന്ന് ഓർത്തു, നിങ്ങൾക്ക് ഞാനും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇടണം. അടിപൊളി, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫാക്കാം. ഇങ്ങനെ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് പ്രധാന സാധനം ഇടണ്ടേ. അപ്പം നമുക്ക് കഴിച്ച് നോക്കാമേ. നന്നായിട്ട് ഐസ്ക്രീമും ഇതെല്ലാം കൂടി ഇട്ടിട്ട്, ഇത് ഐസ്ക്രീമും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നല്ല കമൻറ്റൊക്കെ ഇടണേ. താങ്ക് യു. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ, മറക്കല്ലേ.